സെയിലെ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇഫ് എൽസിൽ പല ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സിമ്പിൾ ഇഫ് എന്താണെന്ന് പഠിച്ചു, ഇഫ് എൽസ് എന്താണെന്ന് പഠിച്ചു, എൽസ് ഇഫ് ലാഡർ നോക്കി, പിന്നെ നെസ്റ്റഡ് ഇഫും പഠിച്ചു. ഇറ്റ് കാറ്റഗറിയിലുള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടാണ്. അതായത് നമുക്ക് ഒരു വേരിയബിൾ ഉണ്ട്, ഒരു വേരിയബിളും ലിസ്റ്റ് ഓഫ് വാല്യൂസും തന്നിട്ടുണ്ടാവും, ഒരു സെറ്റ് വാല്യൂസും തന്നിട്ടുണ്ടാവും. ഈ വേരിയബിളിന്റെ വാല്യൂ ഈ ലിസ്റ്റിൽ ഏതാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇക്വാലിറ്റി മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ലിസ്റ്റിൽ നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 തൊട്ട് 10 വരെ വാല്യൂസ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ ഈ 10 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടാവും. 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ് 10 വാല്യൂസ് തന്നിട്ടുണ്ടാവും. ഇതിൽ ഓരോന്നിനെയും നമ്മൾ ഓരോ കേസ് എന്നാണ് വിളിക്കുന്നത്. ഓരോന്നിനെയും നമ്മൾ ഓരോ കേസ് എന്നാണ് വിളിക്കുന്നത്. അത് സ്വിച്ച് കേസ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഈ വേരിയബിൾ എടുത്തിട്ട് ഈ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യും. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതി. അവിടെ ഇക്വാലിറ്റി മാത്രമേ ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ പോലെയുള്ള കണ്ടീഷൻസ് അവിടെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് സിന്റാക്സിലേക്കൊക്കെ വരാം. അപ്പൊ എളുപ്പമുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മളൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. അത് നം എന്നാണ് വേരിയബിളിന്റെ പേര്. വേരിയബിളിൽ നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യും. ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദിവസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം 1 2 3 4 5 6 7 വരെ അല്ലേ. അപ്പം ആ ഓർഡറിൽ അപ്പോൾ 1 ആണെങ്കിൽ സൺഡേന്ന് പ്രിന്റ് ചെയ്യണം, 2 ആണെങ്കിൽ മൺഡേന്ന് പ്രിന്റ് ചെയ്യണം, 3 ആണെങ്കിൽ ട്യൂസ്ഡേന്ന് പ്രിന്റ് ചെയ്യണം. അപ്പം ഈ രീതിയിൽ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അത് ഏത് ഡേ ആണെന്ന് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ എൽസിഫ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. എൽസിഫ് വെച്ച് എഴുതുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതും അല്ലേ. നമ്പറിൽ നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ ആദ്യം 1 ആണോ നോക്കും. 1 ആണെങ്കിൽ സൺഡേന്ന് പ്രിന്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ 2 ആണോ നോക്കും. ഇപ്പൊ ഈ 7ന്റെ കേസ് ആണെങ്കിൽ ആദ്യം 1 ആണോ നോക്കി, 1 അല്ല. അടുത്തത് നോക്കി എൽസിഫിലെ രണ്ടാമത്തെ കണ്ടീഷൻ 2 ആണോ നോക്കി, 2 അല്ല. അപ്പൊ അടുത്ത എൽസിഫിലേക്ക് വരും. 3 ആണോ നോക്കി, 3 അല്ല. അടുത്ത എൽസിഫിൽ വന്നു 4 ആണോ നോക്കി, 4 അല്ല. ദെൻ അടുത്ത എൽസിഫിൽ 5 ആണോ എന്ന് ചെക്ക് ചെയ്തു, 5 അല്ല. അടുത്തതിൽ 6 ആണോ നോക്കി, 6 അല്ല. അപ്പൊ അടുത്തതിൽ 7 ആണോ നോക്കി, 7 ആണ്. അപ്പൊ ഇത് പ്രിന്റ് ചെയ്തു, സാറ്റർഡേ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ ഒന്നിൽ കൂടുതൽ കമ്പാരിസൺ നടക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതെല്ലാം തന്നെ എന്താണ്, ഈക്വൽ ടു ആണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഒരു വേരിയബിളിന്റെ വാല്യൂ ഒരു സെറ്റ് ഓഫ് വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. 1 തൊട്ട് 7 വരെയുള്ള ആ സെറ്റിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കേസാണ് നമ്മൾ സ്വിച്ച് വെച്ച് മെയിനായിട്ട് ചെയ്യുന്നത്. അതായത് ഈക്വൽ ടു ആണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ അവിടെ വരുന്നത് എന്തായിരിക്കണം, എല്ലാം കോൺസ്റ്റൻസ് ആയിരിക്കണം. അപ്പൊ ഇവിടെ 1 2 3 4 5 6 7 എല്ലാം എന്താണ്, ഇന്റീജർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ഇന്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഫിക്സഡ് വാല്യൂ ആയിട്ട് മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫ്ലോട്ടിംഗ് പോയിന്റിനെ സ്വിച്ചിന്റെ അകത്ത് എടുക്കത്തില്ല. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത്രയും ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാതെ നമുക്ക് സ്വിച്ച് വെച്ച് എഴുതാം. സ്വിച്ച് വെച്ച് എഴുതാമെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഫുൾ കോഡ് എഴുതുന്നില്ല, ജസ്റ്റ് വേരിയബിൾ ഡിക്ലറേഷൻ മാത്രം നടത്തുകയാണ്. സ്വിച്ച് നം ഇസ് ഈക്വൽ ടു 7 എന്ന് എടുത്തു അല്ലെ. മറ്റതിൽ എന്തായിരുന്നു, ഇഫ് എൽസ് ആയിരുന്നു ചെയ്തത്. അപ്പൊ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, സ്വിച്ച് ആണ് യൂസ് ചെയ്യേണ്ടത്. സ്വിച്ച് എന്നുള്ളത് ഒരു കീവേഡ് ആണ്. അത് എല്ലാം ലോവർ കേസിൽ തന്നെ എഴുതണം. സ്വിച്ചിൽ നമുക്ക് ഏതിന്റെ വാല്യൂ ആണ് കമ്പയർ ചെയ്യേണ്ടത്, നമ്മിന്റെ വാല്യൂ ആണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ സ്വിച്ച് നം എന്ന് കൊടുക്കുക. ഏതിന്റെ വാല്യൂ ആണ് കമ്പയർ ചെയ്യേണ്ടത്, നമ്മിന്റെ ആണ്. അപ്പൊ സ്വിച്ച് നം എന്ന് എഴുതുക. ഈ സ്വിച്ചിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അടുത്തത് കേസ് അല്ലെ. കേസിൽ ഏതൊക്കെ വാല്യൂ ആയിരുന്നു, 1 2 3 4 5 6 7 7 വാല്യൂസ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. ആദ്യത്തെ കേസ് എഴുതി, കേസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്നുള്ള വാല്യൂ എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ. 1 ആണോ എന്ന് ചെക്ക് ചെയ്തു. 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് എഫ് എഴുതിയിട്ട് എന്ത് എഴുതും, സൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ. സൺഡേ എന്ന് നമ്മൾ പ്രിന്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ബ്രേക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് തൊട്ട് താഴത്തേക്ക് കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യാതെ തൊട്ട് താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി കേസ് രണ്ടാമത്തെ വാല്യൂ ഏതാണ്, 2 ആണ്. 2 എഴുതി. പ്രിന്റ് എഫ് 2 ആണെങ്കിൽ ഏതായിരിക്കും, മൺഡേ. ഓക്കെ. മൺഡേ എന്ന് പ്രിന്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, സ്വിച്ച് ചെയ്യുന്ന പുറത്ത് പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അതായത് ഈ ബ്ലോക്കിൽ എക്സിക്യൂഷൻ കഴിഞ്ഞു, പുറത്ത് പോകണം എന്നാണ് ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേസ് 3 മൂന്നാമത്തെ വാല്യൂ പ്രിന്റ് എഫ്, മൂന്നാമത്തെ വാല്യൂ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് എഴുതി.
ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഇതേപോലെ എത്ര വാല്യൂ നമുക്ക് കമ്പയർ ചെയ്യണോ അത്രയും വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം. വെനസ്ഡേ, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അടുത്തതാണ് കേസ് 5 ആണ്. കേസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് 5 അതിൽ ഏത് വരണം, ഏത് വാല്യൂ വരണം, തേഴ്സ്ഡേ വരണം. തേഴ്സ്ഡേ. അടുത്തതാണ് കേസ് 6 ആണ് വരേണ്ടത്. അതിന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്തത് എഴുതണം, കേസ് 6 എഴുതണം. കേസ് 6ന്റെ അകത്ത് എന്താണ് വരേണ്ടത്, ഫ്രൈഡേ എന്ന് വരുന്ന ഫ്രൈഡേ. ഓക്കെ, ബ്രേക്ക് ചെയ്തു. അടുത്തത് എന്താണ്, സാറ്റർഡേ. കേസ് 7. അപ്പം 1 മുതൽ 7 വരെയുള്ള വാല്യൂസ് വേണം നമുക്ക് കമ്പയർ ചെയ്യാൻ. ആ വാല്യൂസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 തൊട്ട് 7 വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 10, 11, 12 എന്നൊക്കെ പറഞ്ഞ് എഴുതാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡേ നമുക്ക് പറയാനായിട്ട് പറ്റുമോ? പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 1ഉം 7ഉം 1 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സ് അല്ല, വേറെ ഏത് എൻ്റർ ചെയ്താലും നമ്മൾ എന്ത് കാണിക്കണം, ഇൻവാലിഡ് എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫോൾട്ട് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. അതായത് ഈ മുകളിൽ കൊടുക്കുന്ന ഒന്നുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, ഒന്നും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. പ്രിന്റ് ഇൻവാലിഡ് എൻട്രി. ഓക്കെ, ഇൻവാലിഡ് എൻട്രി എന്ന് കൊടുത്തിട്ട് നമ്മൾ പുറത്തു പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഡിഫോൾട്ടിൻ്റെ കൂടെ ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്താണ് നമ്മൾ പറഞ്ഞുതരാം. അപ്പം ഇതാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിച്ച് കമ്പാരിസൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈക്വാലിറ്റി മാത്രമേ എന്തുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്ക് 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, 7 ആണോ നമ്മൾ ചെക്ക് ചെയ്യും. ഇത് ഓരോന്നും ഓരോ സ്വിച്ച് കേസസ് ആണ്. അതായത് നമുക്ക് ഏത് വാല്യൂ ആയിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത് ആ വാല്യൂസ് എല്ലാം നമ്മൾ എന്തിൻ്റെ ഉള്ളിൽ എഴുതുക, കേസിൻ്റെ ഉള്ളിൽ എഴുതുക. എന്നിട്ട് 1 ആണെങ്കിൽ ആ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് എഴുതുക, എന്നിട്ട് ബ്രേക്ക് ചെയ്യുക. ഇതിവിടെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ കേസ് ഒന്നും നോക്കത്തില്ല, ചുമ്മാ താഴെ അടുത്ത ബ്രേക്ക് കാണുന്നവരെ എക്സിക്യൂട്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബ്രേക്ക് കൊടുക്കുന്നത്. അത് സീൽ എക്സിക്യൂഷൻ ഞാൻ കാണിച്ചു തരാം, അന്നേരം മനസ്സിലാകും. അപ്പോൾ ഇതാണ് സ്വിച്ച് കേസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്വിച്ച് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈക്വൽ ടു എന്നുള്ളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുന്നത്. സ്വിച്ചിൽ വരുന്ന കേസിലെ വാല്യൂസ് ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കണം, ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം. അവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ 1 2 3 4 5 6 7 നമ്മൾ വാല്യൂസ് എല്ലാം എഴുതി. ഇനി അത് ഈ പറയുന്ന 1 തൊട്ട് 7 വരെ ഒന്നും വരുന്നില്ലെങ്കിൽ എന്തായിരിക്കും, ഡിഫോൾട്ട് എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്വിച്ചിന്റെ ഇവിടെ സെമിക്കോളൻ ഇടരുത്. സ്വിച്ചിന്റെ ബ്രാക്കറ്റ് എൽസ് പോലെ തന്നെ ഫുള്ളും ഒരു ബ്രാക്കറ്റിന് ഉള്ളിൽ വേണം ഈ കേസ് വാല്യൂസ് എല്ലാം എഴുതാനായിട്ട്. ഇനി കേസ് ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം വാല്യൂ എഴുതാൻ. എന്നിട്ട് ഒരു കോളൻ കൂടി കൊടുക്കണം. കോളനും കൂടെ കൊടുത്തിട്ട് സാധാരണ പോലെ സ്റ്റേറ്റ്മെന്റ് എഴുതുക, എന്നിട്ട് ഒരു ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ ആലോചിക്കേണ്ട, ബ്രേക്ക് കൊടുത്ത് തന്നെ എഴുതുക. ദെൻ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റും എഴുതുക. അതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മിന്റെ വാല്യൂ, ഇപ്പം നമ്മിന്റെ വാല്യൂ 7 അല്ല 1 ആയിരുന്നെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്തേനെ, സൺഡേന്ന് പ്രിന്റ് ചെയ്തേനെ. ഓക്കെ, ഇനി നമുക്കിതിന്റെ സിന്താക്സ് ഒക്കെ ഒന്ന് നോക്കാം. സ്വിച്ചിന്റെ സിന്താക്സ് ആണ് എഴുതിയിരിക്കുന്നത്. സ്വിച്ച് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ, എന്നിട്ട് എന്ത് ചെയ്യുക, അത് കേസ് കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ 1 എന്ന് എഴുതിയത് കോൺസ്റ്റന്റ് ആണ്. അപ്പം 1 2 എന്നൊന്നും അല്ല, ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. 2 എന്ന് ആദ്യം എഴുതണമെങ്കിൽ 2 എന്ന് ആദ്യം എഴുതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അത് ഓർഡർ മാറിപ്പോയി എന്നൊന്നും പറഞ്ഞ പ്രശ്നമില്ല, ജസ്റ്റ് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കേസ് കോൺസ്റ്റന്റ് 1, പിന്നെ ആ കോൺസ്റ്റന്റ് 1 സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്, അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക്, പിന്നെ അടുത്ത കേസ് അതിന്റെ വാല്യൂ, ആ സെറ്റ് സ്റ്റേറ്റ്മെന്റ്, ബ്രേക്ക്, അങ്ങനെ എഴുതി പോവുക. ഡിഫോൾട്ട്, പിന്നെ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് സ്വിച്ചിന്റെ സിന്താക്സ് എന്ന് പറയുന്നത്. അതിന്റെ
ഫ്ലോ ചാർട്ടും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഫ് എൽസ് ലാഡർ പോലെ വരും. ഒന്നിൽ കൂടുതൽ കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ആദ്യം എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അതിന്റെ വാല്യൂ കേസ് 1 കിടക്കുന്ന കോൺസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ കേസ് 2 കോൺസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അവിടെ ഈക്വൽ ടു എന്ന കണ്ടീഷൻ കിട്ടുവാണെങ്കിൽ ഈ ബ്ലോക്കിലേക്ക് കയറും. അങ്ങനെ പോകും. ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഡിഫോൾട്ട് എന്നുള്ള കണ്ടീഷനിൽ കിടക്കുന്ന കീവേഡിൽ കിടക്കുന്ന ബ്ലോക്കിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. ഓക്കെ, ഇനി സ്വിച്ചിന്റെ റൂൾസ് ഉണ്ട്. സ്വിച്ച് എക്സ്പ്രഷൻ മസ്റ്റ് ബി ഓഫ് എൻ ഇൻറ്റീജർ ഓർ ക്യാരക്ടർ ടൈപ്പ്. സ്വിച്ച് എന്ന് എഴുതിയിട്ട് നമ്മൾ ഒരു ഇൻറ്റീജർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് എഴുതും, ബ്രാക്കറ്റിൽ എഴുതും. അതൊന്നെങ്കിൽ ഒരു ഇൻറ്റീജർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം. ദ കേസ് വാല്യൂ മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ ഓർ ക്യാരക്ടർ കോൺസ്റ്റന്റ്. കേസിന്റെ കൂടെ കൊടുക്കുന്നതും എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഒരു ഇൻറ്റീജർ ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിരിക്കണം. കേസ് വാല്യൂ ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻസൈഡ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. കേസ് എന്നുള്ള കീവേഡ്, കേസ് വാല്യൂ, അതായത് കേസും വാല്യൂ നമുക്ക് എവിടെ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ? സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. The break statement in switch case is not must, it is optional. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷണൽ ആണ്. അതെന്താണെന്ന് ഞാൻ അടുത്ത് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ സിയിൽ കമ്പൈൽ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സും ഫ്ലോ ചാർട്ടും റൂൾസും പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളും. നമുക്ക് സി കമ്പൈലറിലൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ കോഡ് എഴുതിയിട്ടുണ്ട്. കോഡിൽ നമ്മൾ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു നമ്പർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ എൻ്റെ ഈ നമ്പർ എന്ന് പറഞ്ഞൊരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, പിന്നെ ആ നമ്പർ റീഡ് ചെയ്യാനായിട്ട് ഒരു സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം എന്താണ്? സ്വിച്ച്, കേസ്, ബ്രേക്ക് എല്ലാം കീവേഡ്സ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ കളർ മാറി എല്ലാം വെള്ള കളറിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ കളറിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് നമ്മിൻ്റെ വാല്യൂ ആണ് കമ്പയർ ചെയ്യേണ്ടത്. നമുക്ക് സ്വിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. റൺ ചെയ്തു. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1 എൻ്റർ ചെയ്തു. 1 എൻ്റർ ചെയ്തപ്പോൾ എന്താണ്? സൺഡേന്ന് കിട്ടി. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. ഞാൻ 7 എൻ്റർ ചെയ്യാണ്. 7 എൻ്റർ ചെയ്തപ്പോൾ സാറ്റർഡേന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു നമ്പർ എൻ്റർ ചെയ്ത് നോക്കാം. 0 എൻ്റർ ചെയ്തു. ഇൻവാലിഡ് എൻട്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് കേസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കേസ് 1 എക്സിക്യൂട്ട് ചെയ്യും. 1 എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ 1 കിടക്കുന്ന 1 കമ്പയർ ചെയ്യും. എന്നിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ബ്രേക്ക് നിർബന്ധമല്ല എന്ന് പറഞ്ഞു അല്ലേ. ഞാനിവിടെ ബ്രേക്ക് കൊടുക്കുന്നില്ല, ബ്രേക്ക് കൊടുക്കാണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ 2 കേസിൽ ബ്രേക്ക് കൊടുക്കുന്നില്ല. വെനസ്ഡേയുടെ അകത്താണ് ഞാൻ ബ്രേക്ക് കൊടുക്കുന്നത്. സൺഡേയുടെ കൂടെ, മൺഡേയുടെ കൂടെയും ട്യൂസ്ഡേയുടെ കൂടെയും ഞാൻ ബ്രേക്ക് കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? വെനസ്ഡേ വന്നിട്ടാണ് ബ്രേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 1 എന്നുള്ള നമ്പർ എൻ്റർ ചെയ്തു. അപ്പോൾ ഇത് കണ്ടോ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നെല്ലാം എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ വരെയായിരുന്നു പ്രിന്റ് ചെയ്തത്. കാരണം ഈ കേസിന്റെ അകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ കേസിന്റെ ഉള്ളിൽ കയറും. ഉള്ളിൽ കയറിയിട്ട് ഈ പ്രിന്റ് എഫ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. പ്രിന്റ് എഫ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കേസിന്റെ വാല്യൂ നോക്കത്തില്ല. ഒരു ബ്രേക്ക് കാണുന്നവരെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് പോകും. മനസ്സിലായോ? അതായത് ആദ്യം ഇതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഒരു കേസിന്റെ ഉള്ളിൽ കയറും. കേസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യത്തില്ല. ട്രൂ ആണോ ഫോൾസ് ആണോ ഒന്നും നോക്കത്തില്ല. അടുത്തൊരു ബ്രേക്ക് കാണുന്നവരെ അല്ലെങ്കിൽ സ്വിച്ചിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുന്നവരെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമുക്ക് സൺഡേ കൊണ്ട് നിർത്തണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു ബ്രേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പം ഞാൻ 1 കൊടുത്തു. 1ന്റെ കൂടെ നമ്മൾ ബ്രേക്ക് എഴുതിയിട്ടില്ലായിരുന്നു. സൺഡേയുടെ കൂടെ നമ്മൾ സൺഡേന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് എഴുതിയില്ലായിരുന്നു. മൺഡേന്ന് പ്രിന്റ് ചെയ്തിട്ട് ബ്രേക്ക് എഴുതിയില്ലായിരുന്നു. ട്യൂസ്ഡേന്ന് പ്രിന്റ് ചെയ്തിട്ട് ബ്രേക്ക് എഴുതിയില്ലായിരുന്നു. വെനസ്ഡേന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക് എഴുതിയില്ലായിരുന്നു. വെനസ്ഡേ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് എഴുതുന്നത്. അപ്പോൾ ആ ബ്രേക്ക് കാണുന്നത് വരെ എല്ലാ സ്റ്റേറ്റ്മെന്റും അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഞാനിവിടെ 2ന്റെ കൂടെ ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, 2ന്റെ കൂടെ ഒരു ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ
2 ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1 എന്ന് ഞാൻ കൊടുത്തു, സൺഡേ പ്രിന്റ് ചെയ്തു, മൺഡേ പ്രിന്റ് ചെയ്തു, പിന്നെ മൺഡേ കഴിഞ്ഞ് ഞാൻ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബ്രേക്ക് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ബ്രേക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞ് എററൊന്നും കാണിക്കത്തില്ല, സിന്റാക്സ് എററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. പക്ഷെ ബ്രേക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ആവശ്യം ഇതാണ്. കേസ് എന്ന് പറഞ്ഞാൽ ഒരു തവണ കമ്പാരിസൺ നടത്തി ട്രൂ ആയിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കേസ് അത് ട്രൂ ആണോ ഫോൾസ് ആണോ ഒന്നും നോക്കത്തില്ല. തൊട്ട് താഴെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അങ്ങനെ പിന്നെ ഒരു ബ്രേക്ക് കാണുന്നത് വരെ, അല്ലെങ്കിൽ അതിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ്, സ്വിച്ചിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുന്നത് വരെ എല്ലാ സ്റ്റേറ്റ്മെന്റും അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് പൊക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ബ്രേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അത് സ്വിച്ചിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവും.